അതായത് സ്ത്രീകൾ കണ്ടവർക്ക് ഇതിപ്പോൾ ഇതിനകത്ത് പറയുന്നത് റെഡ്യൂസ് സെക്ഷൽ ഇൻട്രസ്റ്റ് ടു ഹാവ് എ റിയൽ ലൈഫ് പാർട്ട്ണർ. ശരിക്കും ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല. ബിക്കോസ് വെർച്വൽ സെക്സ് ഫാസ്റ്റർ, സേഫർ, ലെസ് ഡിമാൻഡിങ് ആൻഡ് മോർ സാറ്റിസ്ഫൈങ് ടീനേജേഴ്സിന്. അത് സ്പീഡിൽ കിട്ടും, വിരൽ തുമ്പിലുണ്ട്, സേഫറാണ്, ആരുടെ അടുത്തും തല്ലു പിടിക്കാൻ പോകേണ്ട, STD ഒന്നുമില്ല, ലെസ് ഡിമാൻഡിങ്. പെണ്ണുങ്ങളുടെ അടുത്താവുമ്പോൾ അവരുമായിട്ടുള്ള ആ മൂവ്മെന്റിൽ ഡിമാൻഡ്സ് വരുന്നു, ടൈം വരുന്നു, ഒത്തിരി കാര്യങ്ങൾ. ആൻഡ് സാറ്റിസ്ഫൈങ്, നോവൽറ്റി വന്നു. ഇതിനകത്ത് മാറി മാറി പല ആൾക്കാർ വരുന്നു. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഒരാളുള്ളൂ. അപ്പോൾ അവർക്ക് കൂടുതൽ സാറ്റിസ്ഫൈങ്, പിന്നെ പല ലെവലിൽ കിട്ടുന്നു. ഇവരുടെ ഫാൻറ്റസി ഒന്നും അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയെന്ന് വരില്ല, പിടികിട്ടിയ. അപ്പൊ ഇവർക്ക് ഭയങ്കര ഹൈ സ്പീഡാണ്, പിന്നെ ഹൈ പ്ലഷറാണ് അതിനകത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യം ഫാസ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഈ ഡോപ്പമീൻ്റെ ലെവല് പോൺ വാച്ച് ചെയ്യുമ്പോൾ ബ്രെയിനിൽ റിലീസ് ആവുന്നത് ഡോപ്പമീൻ കൂടുതലാണ്. അപ്പൊ അവരുടെ പ്ലഷർ ഭയങ്കര ഹൈയാ, പിടികിട്ടിയ. അപ്പൊ ആ ഒരു കാരണം ആൻഡ് ദെയർ സ്പെഷ്യൽ ഫാൻറ്റസീസ്, ഈ ഒരു കാരണം ടീനേജേഴ്സ് എളുപ്പം അതിലേക്ക് ഹുക്കായി പോകും. അപ്പൊ ടീനേജേഴ്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ ബ്രെയിനിന്റെ നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൾച്ചറിൽ പെടും. ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനിൽ ടോപ്പ് നിൽക്കുന്നത് ഇതാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഫോൺ ഉപയോഗിച്ച് യങ്സ്റ്റേഴ്സിന് ഈ ഡോപ്പമീൻ എളുപ്പം കിട്ടണം, പെട്ടെന്ന് കിട്ടണം, സ്പീഡിൽ കിട്ടണം, പതുക്കെയല്ല. പണ്ട് നമുക്ക് ഇങ്ങനെ കുറെ നാൾ വെയിറ്റ് ചെയ്ത, ഒരാഴ്ച വെയിറ്റ് ചെയ്ത ഒരു ചിത്രഹാരം വരും. ഇപ്പം അങ്ങനെയല്ലല്ലോ. അപ്പൊ സ്പീഡിൽ കിട്ടേണ്ടത് കൊണ്ട് ഇവർ എളുപ്പം അതിലേക്ക് പോവും. ബിക്കോസ് നമ്മൾ കൺട്രോൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടാത്തത് കൊണ്ട്. ഭക്ഷണമായാലും പ്ലഷർ ആയാലും നമുക്കൊരു റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കൺട്രോൾ കുറച്ച് പഠിച്ചു. പണ്ടത്തെ ആ മോറാലിറ്റി എല്ലാം അന്ന് കുറച്ചും കൂടെ സ്ട്രോങ് ആയതുകൊണ്ട്. ഇപ്പം അത് കുറവായതുകൊണ്ട് അവർ എളുപ്പം അതിലേക്ക് ഹുക്ക്ഡ് ആവും.